ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീലിന് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. ട്യൂണീഷ്യയാണ് സമനിലയിൽ തളച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. മത്സരത്തിൽ ലുക്കാസ് പക്കേറ്റ പെനാൽറ്റി പാഴാക്കിയത് ബ്രസീലിന് തിരിച്ചടിയായി മാറുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ കഴിയും. അതിൻ്റെ സമ്മറി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ എന്നിവർക്കൊക്കെ വലിയ വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട്. നെയ്മർ ജൂനിയറെ അടിയന്തരമായി കൊണ്ട് കാർലോ ആഞ്ചലോട്ടി തിരികെ കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ആരാധകർ ആവശ്യപ്പെടുന്നത്. ഏതായാലും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് ഇന്നലത്തെ മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും പുറത്തെടുത്ത പ്രകടനം അത് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല. രണ്ടുപേരും ചില സോളോ റണ്ണുകൾ ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഫൈനൽ തേർഡിൽ ഇരുവരും അമ്പേ പരാജയമാണ്. ബോക്സിനകത്ത് ക്രിയേറ്റിവിറ്റി കുറവാണ്. പ്രത്യേകിച്ച് ബോക്സിൽ കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു വിനീഷ്യസ് ജൂനിയറെയാണ് ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കുറെ കാലമായി റോഡ്രിഗോ വെറും ആവറേജ് പ്രകടനം മാത്രമാണ് പുറത്തെടുക്കുന്നത്. അവസാനത്തെ 43 മത്സരങ്ങളിൽ നിന്ന് രാജ്യത്തിനും ക്ലബിനും വേണ്ടി കേവലം 2 ഗോളുകൾ മാത്രമാണ് റോഡ്രിഗോക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വലിയ ഗോൾ വരൾച്ച നേരിടുന്ന ഒരു സമയത്തിലൂടെയാണ് റോഡ്രിഗോ ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും ആഞ്ചലോട്ടി കാണുന്നില്ല. അദ്ദേഹം തൻ്റെ ഇഷ്ടതാരങ്ങളായ റോഡ്രിഗോയെയും അതുപോലെ തന്നെ വിനീഷ്യസിനെയും സ്ഥിരമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നു. ഈ രണ്ട് താരങ്ങൾക്കും നിലവിൽ ക്രിയേറ്റിവിറ്റി കുറവാണ്. അത് ഇന്നലത്തെ മത്സരത്തിൽ തന്നെ വളരെ പ്രകടമായ ഒരു കാര്യമാണ്. ചില മുന്നേറ്റങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊന്നും എതിർ ഗോൾ മുഖത്ത് ഭീഷണി വിതക്കുന്ന ഒന്നായിരുന്നില്ല. ഈ അവസരത്തിലാണ് നമ്മൾ നെയ്മർ ജൂനിയറെ ശരിക്കും മിസ് ചെയ്യുന്നത്. നെയ്മർ ഉണ്ടെങ്കിൽ നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. നല്ല ത്രൂ ബോളുകൾ നമുക്ക് കാണാൻ കഴിയും. അസിസ്റ്റുകളും ഗോളുകളും പിറക്കും. ഫൈനൽ തേർഡിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും. ഇന്നലത്തെ മത്സരത്തിൽ ബ്രസീൽ തന്നെയാണ് ആധിപത്യം പുലർത്തിയത്. കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയതും ബ്രസീൽ തന്നെയാണ്. പക്ഷേ ഗോളുകൾ പിറക്കുന്നില്ല. ക്രിയേറ്റിവിറ്റി കുറവാണ്, അവസരങ്ങൾ കുറവാണ്. ഇതിനുള്ള പരിഹാരം അത് നെയ്മർ ജൂനിയർ ആണ് എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്. ആഞ്ചലോട്ടി തൻ്റെ ഫേവറേറ്റിസം മാറ്റി നിർത്തിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ എന്നിവരെ പുറത്തിരുത്താൻ തയ്യാറാവണം. അതായത് ഇവരെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റോളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. എന്നിട്ട് നെയ്മർ ജൂനിയർ, റാഫീഞ്ഞ തുടങ്ങിയ താരങ്ങളെ സ്റ്റാർട്ടിംഗ് 11ലേക്ക് അദ്ദേഹം കൊണ്ടുവരണം, ഉപയോഗപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ ആരാധകർ ആവശ്യപ്പെടുന്നത്. എന്നാൽ മാത്രമേ ബ്രസീലിന് കൂടുതൽ ഗോളുകളും വിജയങ്ങളും ഒക്കെ നേടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലുക്കാസ് പക്കേറ്റ, ഡാനിലോ എന്നിവർക്കൊക്കെ ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഈ താരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അതിനേക്കാൾ അർഹതയുള്ള പല താരങ്ങളും ബ്രസീലിന്റെ ബെഞ്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെയാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്. ഏതായാലും ആഞ്ചലോട്ടിക്ക് കീഴിൽ അത്ര ഒരു മികച്ച കണക്കുകൾ ഒന്നും അവകാശപ്പെടാൻ ഇപ്പോൾ ബ്രസീലിന് കഴിയുന്നില്ല. സമനിലകളും തോൽവികളും അവർക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയറെ എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആരാധകരും ഇപ്പോൾ പറയുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.